മൺഡേ മോർണിംഗ് ജോലിക്ക് പോകുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ കാണാം. ഇന്ന് എനിക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ മോർണിംഗ് ആണ് ഞാൻ ജിമ്മിൽ പോണത്. രാവിലെ എണീക്കലൊരു ചടങ്ങാണ്, എന്നാലും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് സെറ്റ് ആയിക്കോളും. പല്ലൊക്കെ തേച്ച് സ്കിൻ കെയറും ചെയ്തു. നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചിരുന്നത് ഷിഫ്റ്റ് ബേസിസിലുള്ള ജോലി ആയതുകൊണ്ട് എങ്ങനെ ഡാൻസും ജിമ്മും പ്രാക്ടീസും എല്ലാം കൂടെ കൊണ്ടുനടക്കുന്ന. ശരിയാണ്, വന്ന നാളുകളിൽ ഞാനും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് പല സമയത്തും തളർന്നും പോയിട്ടുണ്ട്. പക്ഷേ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പതിയെ ട്രാക്കിലേക്ക് വന്നു തുടങ്ങി. ആദ്യ നാളുകളിലൊക്കെ ജിമ്മിൽ പോയിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിർത്തുന്ന പലരെ എനിക്കറിയാം. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. പിന്നെ ഒന്ന് ബാക്കിലോട്ട് ആലോചിച്ചു നോക്കി. ആദ്യമൊക്കെ ഇവിടെ വന്ന സമയത്ത് തണുപ്പിനെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാലുവേദന, കൈവേദന, നടുവേദന. പക്ഷെ ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ എനിക്കത് പതിയെ മാറി തുടങ്ങിയതായിട്ട് ഞാൻ കണ്ടു. അന്ന് എനിക്ക് മനസ്സിലായി, വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും അല്ല ആദ്യം വരിക, ഇന്റേണൽ ആയിട്ട് നമുക്ക് പല ചേഞ്ചസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ഒരു 25 കഴിയുമ്പോൾ നമുക്കില്ലാത്ത വേദനകൾ ഉണ്ടാവില്ല. അതെന്താണെന്നറിയോ? നമ്മുടെ മസിൽസ് ഒക്കെ മെല്ലെ ലോസ് ആവാൻ തുടങ്ങുക. വണ്ണം കുറയ്ക്കുന്നതിലുപരി മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതാണ് ആവശ്യമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ജിമ്മിൽ പോകാനുള്ള മോട്ടിവേഷൻ തരുമോ ചേച്ചി എന്ന് ചോദിക്കുന്നവരോട്, നമ്മൾ ഡെയിലി കുളിക്കുന്നില്ലേ, ഡെയിലി പല്ല് തേക്കുന്നില്ലേ, ഡെയിലി ഫുഡ് കഴിക്കുന്നില്ലേ, അതുപോലെ തന്നെ ഡെയിലി അതങ്ങ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഒരു ദിവസം പോകാൻ മടിയായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അന്ന് റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം പോയാൽ മതി. വർക്കൗട്ട് മാത്രമല്ല, പ്രീ വർക്കൗട്ടും അതുപോലെ തന്നെ വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള ഫുഡും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ജിമ്മിലൊക്കെ പോയി വന്ന് നല്ലൊരു കുളിയും കഴിഞ്ഞ് നേരെ ഓഫീസിലോട്ട്. ഇതുപോലെ ജിം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ബാക്കി നാളെ.